ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 313ാമത് ചലഞ്ചായി പരിപ്പുവട വിൽപ്പന ചലഞ്ച് 17-ന് സംഘടിപ്പിക്കും. ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ സഹായിക്കുവാനാണ് കാർത്തികപ്പള്ളി NTPC ജംഗ്ഷന് സമീപം ചലഞ്ച് നടത്തുന്നത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനം 313ാമത് ജീവകാരുണ്യ ചലഞ്ചായി പരിപ്പുവട ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു. ചിങ്ങോലി പഞ്ചായത്തിലെ 10ാം വാർഡിൽ കുന്നമ്പള്ളിശ്ശേരി വടക്കത്തിൽ യോഹന്നാന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എലിസബത്ത് സുജ എന്നാണ് ഞങ്ങൾ ഇവിടെ എല്ലാം വിളിക്കുന്നത്. 42 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു രോഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചലഞ്ചിലേക്കാണ് പോകുന്നത്. അതെ, തിങ്കളാഴ്ച 3 മണി മുതൽ NTPC ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ സഹായം കണ്ടെത്തുവാൻ വേണ്ടി സുജയെ ഒന്ന് ജീവിതത്തിന്റെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ വേണ്ടി ഈ ഗ്രാമം, ഈ വാർഡ് എല്ലാം ഒന്നടങ്കം നമ്മുടെ NTPC ജംഗ്ഷനിൽ ഒരു പരിപ്പുവട ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഈ പരിപ്പുവട, ഉണ്ണിയപ്പം, ഏത്തക്കാപ്പം എന്നൊക്കെ ഉള്ളത് നിങ്ങളോട് പറയുവാൻ വേണ്ടി, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പലഹാരം എന്നുള്ളതിനേക്കാൾ അപ്പുറം നിങ്ങൾ തരുന്ന ഓരോ രൂപയും അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരാളെ സഹായിക്കുവാൻ ലക്ഷങ്ങൾ കൊടുക്കുവാൻ, അല്ലെങ്കിൽ 10,000 കൊടുക്കുവാൻ എല്ലാവർക്കും പറ്റാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കരുതൽ ചൂട് കൂട്ടായ്മ 312 ചലഞ്ചിലും പറഞ്ഞ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ചിന്തയുണ്ട്. നാം ഒരുമിച്ച് പഴയകാല ജീവിതം പോലെ ഒന്നിച്ചാൽ 10 രൂപയും 100 രൂപയും 50 രൂപയും നിങ്ങൾ നൽകുന്ന ചെറിയ തുക, അത് നിങ്ങൾക്കൊരു പ്രയാസമല്ല. ഞങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ പുച്ഛിക്കരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്, നമുക്ക് ദൈവം ആരോഗ്യം തന്നപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയെ സഹായിക്കുവാൻ, ഈ വീട്ടമ്മയെ സഹായിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർ രാഷ്ട്രീയം, ജാതി, മതം എല്ലാം മറന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ബോക്സുമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പരിപ്പുവടയുമായി നിൽക്കുമ്പോൾ, സ്നേഹത്തോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന് പകരമായി മറ്റൊരു സഹജീവിയെ സ്നേഹിക്കുവാനുള്ള വലിയ ഒരു ചിന്തയിൽ ഞങ്ങളോട് സഹകരിക്കണം. ഇതുവരെയും നിങ്ങൾ സഹകരിച്ച എല്ലാ നല്ലവർക്കും, നല്ലവരായ നാട്ടുകാർക്ക് നന്ദി പറയും. കഴിഞ്ഞ സർക്കാരിൽ 5,80,000 രൂപ കിട്ടി. അത്തരത്തിൽ ഈ നാളുകളിൽ അടുപ്പിച്ചൊക്കെ നിൽക്കുമ്പോഴും കാണുമ്പോഴും, ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ബൈക്കിന്റെ മുമ്പിൽ ബോക്സ് കണ്ടപ്പോൾ ആ കാർത്തിപ്പള്ളിയിലുള്ള പൂക്കള നടത്തുന്ന കുമാർ, അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ചെറിയ 200 രൂപ, ഞാൻ ഒന്നും പറഞ്ഞില്ല, വണ്ടിയുടെ മുമ്പിൽ ബോക്സ് കണ്ടതേ ഉള്ളൂ, കൈ കാണിച്ച് നിർത്തി 200 രൂപ ഇട്ട് അദ്ദേഹത്തിന്റെ കൈനീട്ടമാണ്. ആ 200 രൂപ 2 ലക്ഷമായി വർദ്ധിക്കുവാൻ നിങ്ങളുടെ സഹായം വേണം. ഈ കുടുംബത്തെ സഹായിക്കണം. നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയിൽ വെക്കും. ഇവിടെ പങ്കെടുത്ത പഞ്ചായത്ത് മെമ്പർ ശോഭ, കൂടിയിരിക്കുന്ന എല്ലാവരും, ഇനിയും വരുവാൻ ആൾക്കാരുണ്ട്. ഈ ഗ്രാമം ഒന്നടങ്കം നിങ്ങളുടെ മുമ്പിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ചലഞ്ച് ബോക്സുമായി നിങ്ങളുടെ മുമ്പിൽ വരും. താങ്ക് യു. കാർത്തികപ്പള്ളി NTPC ജംഗ്ഷൻ സമീപമാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. വെമ്പുഴ പള്ളിക്ക് സമീപമുള്ള ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ സഹായിക്കാനാണ് പരിപ്പുവട ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും ഷാജി കെ ഡേവിഡ് അറിയിച്ചു. ഈ തിങ്കളാഴ്ച നടക്കുന്ന ചലഞ്ച്, പരിപ്പുവട ചലഞ്ച്, മനോഹരൻ ചേട്ടനും അതിന്റെ ഭാഗമാവുകയാണ്. എല്ലാവരും ഇതുപോലെ ഭാഗമാവണം. അടുത്ത തിങ്കളാഴ്ച 3 മണി മുതൽ NTPC ജംഗ്ഷൻ നല്ല ചൂട് പരിപ്പുവട, പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കി നല്ല കുഞ്ഞു പരിപ്പുവട. CDNet ന്യൂസ്, കായംകുളം.